ഇവിടെ കിടന്ന് കുറേ കളിച്ച് കഴിഞ്ഞാൽ പെറ്റി അടിക്കും. ഇപ്പം നമ്മുടെ കൊച്ചി മച്ചാനെ കണ്ടായിരുന്നു. മച്ചാൻ ഇവിടെ വണ്ടി റിവ്യൂ ചെയ്യാൻ വന്നു. മച്ചാൻ എന്നോട് പറഞ്ഞു, എൻ്റെ സുഹൃത്തിനെ പോസ്റ്റ് അടിപ്പിച്ച് നിർത്തിയേക്കോട്ടോ. മച്ചാൻ എന്നോട് പറഞ്ഞു, മോനെ നീ ഇവിടുന്ന് വണ്ടി എടുത്ത് വിട്ടോ, അല്ലെങ്കിൽ നിന്നെ ഇപ്പോൾ പെറ്റി അടിച്ച് തൂക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ വന്നു കറക്റ്റ് സമയം പിടിച്ചു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ അടുത്തിരിക്കുന്നത് റിവറിൻ്റെ ഇൻഡി എന്ന് പറഞ്ഞ മോഡലാണ്. നമ്മുടെ പ്രേമലു സ്റ്റാറാണ് ഈ ഒരു വണ്ടി. മലയാളികൾക്ക് കുറച്ചുകൂടെ സുപരിചിതം പ്രേമലു സിനിമയിലായിരിക്കും. നസ്ലിൻ മഹ്മൂദയൊക്കെ ഈ ഒരു വണ്ടി ആ പാട്ടിൻ്റെ ഇടയ്ക്ക് ഓടിച്ചുകൊണ്ട് വരുന്ന പലരും കണ്ടിട്ടുണ്ടായിരിക്കും. വണ്ടി ഇറങ്ങിയിട്ട് കുറച്ച് നാളായെങ്കിലും നമ്മുടെ കേരളത്തിൽ ഇതിപ്പം വന്നിട്ട് കുറച്ച് ദിവസങ്ങളാകുന്നതേ ഉള്ളൂ. നമ്മുടെ കൊച്ചിയിൽ ഷോറൂം തുടങ്ങിയിട്ടുണ്ട്. ബാംഗ്ലൂർ ബേസ്ഡ് സ്റ്റാർട്ടപ്പാണ്. അതിലുപരി എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെ അട്രാക്ട് ചെയ്തൊരു ഘടന വെച്ചാൽ ഇത് രണ്ട് മലയാളികളാണ് ഈ ഒരു സ്ഥാപനം സ്ഥാപിച്ചിരിക്കുന്നത്. അത് ഈ ഒരു വണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് അരവിന്ദ് മാണിയും അതുപോലെ ബിബിൻ ജോർജും എന്ന് പറഞ്ഞ രണ്ട് പേരാണ്. അവരെപ്പറ്റി പറയാനാണെങ്കിൽ അവർ നേരത്തെ ഹോണ്ട അതുപോലെ അൾട്രാവയലറ്റ് പോലുള്ള ബ്രാൻഡുകൾ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു മികവ് ഈ ഒരു വണ്ടിയിൽ കാണാറുണ്ട്. കാരണം ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ വരാറുണ്ട്, ഒരുപാട് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഇറക്കാറുണ്ടെങ്കിലും പലതിനും ഒരു ഫിറ്റും ഫിനിഷൊന്നും കാണത്തില്ല, അല്ലെങ്കിൽ ഒരു ബോഡി പാർട്സിന് ക്വാളിറ്റി ഒന്നും കാണത്തില്ല. കുറേ കളിപ്പാട്ടം പോലെ അനുഗ്രഹത്തിൽ നിന്ന് വന്ന പോലെ കുറേ ഉണ്ടാക്കി വെക്കും. കുറച്ച് വെയിലൊക്കെ അടിച്ച് കഴിയുമ്പോൾ ബോഡിയൊക്കെ വിരിഞ്ഞ് അല്ലെങ്കിൽ ഫുള്ള് ഗ്യാപ്പും ഒരു ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യത്തില്ല. ഈ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇത് 2023 സ്ഥാപിതമായൊരു കമ്പനിയാണ്. പക്ഷേ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി, ഫിറ്റ്, ഫിനിഷ്, ലുക്ക് ഒരു 50 വർഷം പഴക്കമുള്ള ഒരു എന്താ പറയുക, വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു ബ്രാൻഡിൽ നിന്ന് വന്ന ഒരു വണ്ടിയുടെ ഒരു ഫീലാണ്. കാരണം അത്രയും കിടിലനായിട്ടാണ് ഡിസൈൻ. അത് അവർ നേരത്തെ വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവാം. ഹോണ്ടയിലും അൾട്രാവയലറ്റിലൊക്കെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. നാവി പോലുള്ള വണ്ടിയൊക്കെ ഡിസൈൻ ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ആ ഒരു ഡിസൈൻ മികവ് ഇതിൽ കാണാനുണ്ട്. അവർ വെറും ഒരു സ്കെച്ചുമായിട്ടാണ്, ലാപ്പിൽ ഒരു സ്കെച്ചുമായിട്ട് എന്നിട്ടാണ് ഇൻവെസ്റ്റേഴ്സിനെ അട്രാക്ട് ചെയ്തെന്ന് പറഞ്ഞ്, അതായത് വണ്ടി ഉണ്ടാക്കിയിട്ടില്ല, ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു സ്കെച്ച് വരച്ച് കാണിച്ചു, ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ആ ഒരു വിഷൻ പലർക്കും അട്രാക്ട് ചെയ്തു. അങ്ങനെ ഇതിലോട്ട് പല ഇൻവെസ്റ്റേഴ്സും വന്നത്. യമഹ പോലുള്ള വലിയ ഒരു ബ്രാൻഡൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വെളിയിലുള്ള അൽഫുത്തി എന്ന് പറഞ്ഞ ബ്രാൻഡൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയ ആളുകളൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു കാഴ്ചപ്പാടിനെയും അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്താഗതിയോടും അത്രയധികം ട്രസ്റ്റ് തോന്നിയുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് അവർ അതേപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. കാരണം വെൽ ഫിനിഷ് ആൻഡ് വെൽ എന്താ പറയുക, ക്രാഫ്റ്റഡ്, കിടിലൻ ലുക്ക്, കിടിലൻ ക്വാളിറ്റി എല്ലാം നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ, അത്രയും കിടിലനായിട്ടാണ് ഈ ഒരു വണ്ടീനെ അവർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞ് വാചാലമാകുന്നില്ല. എന്തൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ ഉള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട് പോർഷൻ വ്യൂ എന്ന് നോക്കുമ്പോൾ തന്നെ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് ഇതിൻ്റെ ആ ഒരു ഹെഡ്ലൈറ്റാണ്. ഇത് വളരെ ഹെവി ആയിട്ടുള്ളൊരു വണ്ടിയാണ്. മാക്സി ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ SUV എന്നാണ് ഇതിന് പറയുന്നത്. മാക്സി സ്കൂട്ടർ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ കൈനറ്റിക്കിൻ്റെ ഒരു റെഡ് കളർ വലിയൊരു സ്കൂട്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ബ്ലേസ് എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു മാക്സി സ്കൂട്ടറാണ് നമ്മുടെ ഈ അടുത്തിറങ്ങിയത്. നിങ്ങൾക്ക് കുറച്ച് റിലേറ്റ് ആകുവാണെങ്കിൽ യമഹയുടെ എയറോക്സ് 155 എന്ന് പറഞ്ഞ സ്കൂട്ടർ ഞാൻ തന്നെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു മാക്സി സ്കൂട്ടറാണ്. അത് വലിയ സ്കൂട്ടർ. നമ്മുടെ നാട്ടിൽ അധികം മാക്സി സ്കൂട്ടേഴ്സ് ഇല്ല, വളരെ കുറച്ച് വണ്ടികളുള്ളൂ. എനിക്കൊന്ന് അപ്രിലാടെ ഒരു വണ്ടിയുണ്ട്, പിന്നെ യമഹയുടെ ആ ഒരു എയറോസ് 155 ഒക്കെ ഉള്ളൂ. വെളിയിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ ഒരുപാട് മാക്സി സ്കൂട്ടറുണ്ട്. ഈ മാക്സി സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിക്കൊക്കെ ടൂറിങ്ങിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്കൂട്ടറാണ് ഈ മാക്സി സ്കൂട്ടർ. ഒരുപാട് സാധനങ്ങൾ കൊണ്ടുപോകാം, ലഗേജ് ക്യാരി ചെയ്യാം, ഒരു ഫാമിലിക്കൊക്കെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന വലിയ എന്താ പറയുക ഒരു ടൂറർ സ്കൂട്ടർ. അതിനെയാണ് മാക്സി സ്കൂട്ടർ സെഗ്മെൻറ്റിലുള്ള അത്യാവശ്യം പവറൊക്കെ ഉള്ളൊരു സ്കൂട്ടർ. അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതാണ് ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ മാക്സി സ്കൂട്ടർ, വലിയ സ്കൂട്ടർ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വലിയ ഒരു ഹെവിനെസ് ഒക്കെ ഉണ്ടെങ്കിലും അതിങ്ങനെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ഹെഡ്ലൈറ്റ് ഉണ്ടല്ലോ, ഈ ഹെഡ്ലൈറ്റിലോട്ട് വരുമ്പോൾ ഭയങ്കര ക്യൂട്ട്നെസ്സിൽ അതിങ്ങനെ ഒതുക്കും. അപ്പോൾ ഹെവിനെസ് ഒന്നും തോന്നത്തില്ല, ഭയങ്കര ക്യൂട്ടാണ് ഇതിനെ കാണാൻ. ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കൊഞ്ചിക്കാൻ തോന്നുന്നു, നല്ല രസമാണ് കാണാൻ. രണ്ട് മനോഹരമായിട്ടുള്ള DRL സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തെളിഞ്ഞിരിക്കും. അതിൻ്റെ അകത്ത് LED ഹെഡ്ലൈറ്റ്, ഒരു സൈഡിൽ ഡിം, ഒരു സൈഡിൽ ബ്രൈറ്റും. പിന്നെ പൊക്കത്ത് റിവർ എന്നൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു വൈസറുണ്ട്, ഇത് എക്സ്ട്രാ ആക്സസറിയാണ്. തൊട്ട് താഴെയാണ് നമ്പർ പ്ലേറ്റ് വരുന്നത്. ഇവിടെ LED ഇൻഡിക്കേറ്റർ ഉണ്ട്. ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ഡിസ്ക് ബ്രേക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 240 mm ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. കോമ്പൈൻഡ് ബ്രേക്കാണ്, CBS എന്ന് കൊടുത്തിട്ടുണ്ട്. ABS വരുന്നില്ല, കോമ്പൈൻഡ് ബ്രേക്കാണ്. 14 ഇഞ്ചിൻ്റെ അലോയാണ്. 1 ടൺ സെക്ഷൻ്റെ MRF സാപ്പർ ടയറാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ട്യൂബ്ലെസ് ആണ്. പിന്നെ ഈ ഒരു സൈഡിലോട്ട് പോകുകയാണെങ്കിലും ഇവിടെ ഒരു ക്രാഷ് കാർഡ് പോലും സാധനം കൊടുത്തിട്ടുണ്ട്. മറിഞ്ഞു ഒന്നും പറ്റാതിരിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നു. നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിൽ ഇൻഡി എന്നൊരു സ്റ്റിക്കറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലോട്ട് പോകുകയാണെങ്കിൽ ചെറിയ ഒരു എയർ വെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി പാക്ക് വരുന്ന ഫ്ലോർ ബോർഡിലാണ്. പിന്നെ ഇവിടെയായിട്ട് ഒരു ഫുഡ് പെക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമുക്ക് റൈഡിങ് സമയത്ത് ഇത് ഭയങ്കര ഫൺ ടു റൈഡ് തരുന്നൊരു സാധനമാണ് കേട്ടോ. നമുക്ക്
നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇവിടെ ഒരു ഫുട്ബോളിൽ കിട്ടുന്നുണ്ട് ലോങ് ഡ്രൈവിലൊക്കെ. അല്ല നമ്മൾ സിറ്റി യൂസിലാണെങ്കിലും നമ്മൾ കുറേ നേരം ഓടിച്ച് കഴിയുമ്പോൾ നമ്മുടെ കാലിങ്ങനെ മടക്കി വെക്കാൻ ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ നമ്മുടെ കാല് രണ്ടും കൂടെ ഈ സൈഡിലോട്ട് വെച്ചിട്ട് ഓടിക്കുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഒരു സാധനം എക്സ്ട്രാ ആക്സറി ആയിട്ട് കിട്ടും, ഒരു വേലി പോലെ രണ്ട് സൈഡിൽ. അതിങ്ങനെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ടുണ്ടോ, അപ്പോൾ അന്നേരം നമുക്ക് നടുക്ക് ചവിട്ടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ ഈ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. ഇതല്ലാത്ത സമയത്ത് ഇത്തേ ചവിട്ടി ഓടിക്കാൻ അടിപൊളിയാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങനെ ഓടിച്ച്. പിന്നെ ഇവിടെ ഒരു എയർ വെൻറ്റ് പോലെ സംഭവം കൊടുത്തിട്ടുണ്ട്. 4 kW ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. IP67 റേറ്റഡ് ആണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ ഇലക്ട്രോണിക് കമ്പോണൻസിനൊക്കെ IP65 ആണ് വാട്ടർ റെസിസ്റ്റൻറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് എക്സ്ട്രാ ആക്സറിയാണ് പില്ലിയൻ്റെ ഫുട്ബക്ക്. പില്ലൻ ഫുട്ബക്കും അത്യാവശ്യം നല്ല ഡിസൈനിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു സൈഡാണ് എന്താ പറയുക, നമ്മൾ സാധാരണ വണ്ടിയുടെ തിരിഞ്ഞാണ് വരുന്നത്. അടിയിൽ വരുന്ന ഭാഗം ഈ ഒരു ഫ്രണ്ടിലോട്ടാണ് വരുന്നത്. പിന്നെ ഈ റബ്ബറിൻ്റെ പോലത്തെ പോർഷൻ ഇവിടെ ആയിട്ടാണ്. ഇത് റബ്ബറാണോ ഫൈബറാണ് കേട്ടോ, ഫൈബർ. ഇതുണ്ട്, ഇതിൻ്റെ ഡിസൈൻ തന്നെ തലതിരിഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഈ സൈഡിലും കുറച്ച് എയർ വെൻസ് പോലെ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിക്ക് സെൻറ്റർ സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു ഹുഗ് കൊടുത്തിട്ടുണ്ട്. 3 kg വരെ ഇതിൽ വെയിറ്റ് തൂക്കിയിടാൻ സാധിക്കുന്ന ഒരു ഹുഗും കാര്യങ്ങളും. പിന്നെ പൈനിയർ മൗണ്ട്സ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അലുമിനിയം മൗണ്ട്സ് ആണ് കേട്ടോ, ഇത് അലുമിനിയം ആണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം വെയിറ്റോ ബോക്സൊക്കെ നമ്മൾ ടൂറിങ് സമയത്ത് ഇതിൻ്റെ അത് സെറ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും. ഇത് 2 സൈഡിലുണ്ട്. പിന്നെ അലുമിനിയം സിംഗാമ്പാണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ പിസ്റ്റൺ ബ്രേക്കാണ്. 200 mm ഡിസ്ക് ബ്രേക്കാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ട്രിപ്പിൾ പിസ്റ്റൺ ആയിരുന്നു കേട്ടോ, ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇവിടെ ട്വിൻ സസ്പെൻഷൻ ഉണ്ട്, ട്വിൻ ഹൈഡ്രോളിക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അലുമിനിയം സിംഗാമ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാത്തിനും നല്ല ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. 120 സെക്ഷൻ്റെ ട്യൂബ്ലെസ് ടയറാണ്. ഇതും 14 ഇഞ്ച് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും അലുമിനിയത്തിൻ്റെ തന്നെ ഒരു കിടിലൻ ഗ്രാബ് റെയിലും ഇവിടെ ഒരു പില്ലിയൻ ബാക്ക് റെസ്റ്റ് എക്സ്ട്രാ ആയിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഊരി മാറ്റിയിട്ട് ഇവിടെ ടോപ്പ് ബോക്സ് ഒക്കെ പിടിപ്പിക്കാം. ഒരു 20 kg വരെ ക്യാരി ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അതിൻ്റെ ഒരു സെറ്റിങ് കാര്യങ്ങളും. ഇപ്പോൾ ടൂറിങ് സമയത്തൊക്കെ അല്ലെങ്കിൽ കുറച്ച് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ പില്ലിയൻ ഇവിടെ സുഖമായിട്ട് ചാരി ഇരിക്കാൻ പറ്റുന്ന നല്ല കംഫർട്ട് തരുന്ന തരത്തിൽ ഒരു ബാക്ക് സപ്പോർട്ടാണ്. പിന്നെ കീടിലൻ സീറ്റാണ്. സീറ്റിൽ റിവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റിച്ചിങ് വണ്ടിയുടെ ബോഡി കളറിനോടനുസരിച്ചുള്ള സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ കളർ മാറുന്നതനുസരിച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ കളറും മാറും. സീറ്റ് നല്ല വിഡ്ത്തുള്ള അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള 2 പേർക്ക് അനായാസം ഇരുന്ന് സഞ്ചരിക്കാൻ പറ്റുന്ന സീറ്റാണ് കേട്ടോ. ഞാൻ ഈ വണ്ടി ഇങ്ങോട്ട് വന്നപ്പോൾ ഗുണ്ടും കുഴിയൊക്കെ ചാടിച്ച് കൊണ്ടുവന്ന് സസ്പെൻഷൻ ഐ ലവ്ഡ് ഇറ്റ് എന്നല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല. ഞാനിപ്പോൾ കൊച്ചിയിലാണുള്ളത്. ഇത് വില്ലിംഗ്ടൺ ഐലൻഡാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് പാലത്തെ കൂടെയൊക്കെ വരുമ്പോൾ കുണ്ടും കുഴിയിലൊക്കെ എൻ്റെ പോലെ ഒന്നും പറയില്ല, കീട്ടില്ല സസ്പെൻഷൻ. കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തത് ചേതക്കാണ്. ചേതക്കിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ സാധനം സസ്പെൻഷനും ബ്രേക്കിംഗ് ആയിരുന്നു. ഇതിൻ്റെ ബ്രേക്കിംഗ് കിടിലൻ, സസ്പെൻഷൻ കിടിലൻ. ഞങ്ങൾ 2 പേരാണ് വന്നത്, അതുകൊണ്ടാണ് ഞാൻ വാചാലം വന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലും നമ്മുടെ പൈനിയർ മൗണ്ട് കൊടുത്തിട്ടുണ്ട്. അലുമിനിയം തന്നെയാണ്. ലോഡും കാര്യങ്ങളൊക്കെ വെക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു ടൂറിങ് സമയത്ത് നമുക്ക് ഇപ്പറേ കുറേ സാധനം വെച്ച് കെട്ടാം, അപ്പറേ കുറേ സാധനം വെച്ച് കെട്ടാം, ഇവിടെ ടോപ്പ് ബോക്സ് വെക്കാം, അങ്ങനെ സമയം. ഇതിവിടെ ബിൽഡ് ടു ഹസിൽ എന്ന് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റിക്കറും. പിന്നെ റിവറിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ടെയിൽ ലൈറ്റ് സെറ്റപ്പ് വരുന്നത്. ഫുൾ LED ആണ് കേട്ടോ. ഇൻഡിക്കേറ്റർ, 2 സൈഡ് റിഫ്ലക്ടർ, നമ്പർ പ്ലേറ്റ് ഹോൾഡർ. ഇതാണ് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ, ഇങ്ങനെ ഒരു ഷേപ്പ്. ഞാൻ ജസ്റ്റ് ഒന്ന് തെളിച്ച് കാണിക്കാം. തെളിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ ഒരു ഒച്ചയൊക്കെ കേട്ടോ. ഇതുണ്ടോ, ഇതാണ് ഇപ്പോൾ തെളിച്ച് കഴിയുമ്പോൾ ഉള്ള ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പില്ലിയൻ റൈഡർക്കുള്ള ലേഡീസ് ഫുഡ് ബക്ക്, ഇതൊക്കെ എക്സ്ട്രാ ആക്സസറിയാണ് കേട്ടോ, നമുക്ക് വാങ്ങിച്ചു പിടിപ്പിക്കേണ്ടതാണ്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഒരു മോട്ടോർ സെറ്റപ്പ് വരുന്നത്. ഇത് Gen 2 ആണ്. നേരത്തെ ഇതിലുണ്ടായിരുന്ന ബെൽറ്റ് ഡ്രൈവ് ആയിരുന്നു, ഇപ്പോൾ ചെയിൻ ഡ്രൈവാണ് വരുന്നത്. സിംഗിൾ ഗിയർ ആണ്. പെർമനൻറ്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടർ എന്നാണ് പറയുന്നത്. മിഡ് ഡ്രൈവ് മോട്ടറാണ്. അപ്പോൾ ഇവിടെ ചെയിൻ മുറുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷോറൂമിൽ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് ബെൽറ്റ് ഡ്രൈവ് മാറ്റിയിട്ട് ചെയിൻ ഡ്രൈവ് കൊടുത്തത്. അപ്പോൾ ഇതൊരു 143 kg വെയിറ്റ് വരുന്ന ഇത്ര ഹെവി ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇത്രയും വെയിറ്റ് വരുന്ന വണ്ടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വെയിറ്റൊക്കെ വലിക്കാനും അതുപോലെ തന്നെ മറ്റേ ചെയിൻ ഡ്രൈവിന് ആകുമ്പോൾ കുറച്ചുകൂടെ സൗണ്ട് കുറയ്ക്കാൻ പറ്റിയെന്നാണ് അവർ പറയുന്നത്. കാരണം ശരിയാണ്, ഞാൻ ഈ വണ്ടി ഓടിച്ചപ്പോൾ വലിയ സൗണ്ടും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഏതൊക്കെ പോകുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ബെൽറ്റ് ഡ്രൈവിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കാൻ പറ്റി. ബെൽറ്റിനെക്കാട്ടും കുറച്ചുകൂടി ഇത്രയും വലിയ വണ്ടി വലിക്കാൻ നല്ലത് ചെയിൻ ഡ്രൈവ് ആണെന്നാണ് അവർ അവകാശപ്പെട്ടത്. അതെനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. വണ്ടിയുടെ ടോർക്ക് എന്ന് പറഞ്ഞാൽ 26 Nm ടോർക്കാണ് വരുന്നത്. വണ്ടിയുടെ പവർ എന്ന് പറഞ്ഞാൽ 6.7 kW ആണ് പവർ വരുന്നത്. അതായത് 9 bhp പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണിത്. ഇക്കോ, റൈഡ്, റഷ് എന്ന് പറഞ്ഞ 3 മോഡുകളാണ് വരുന്നത്. ഇതിൽ ആ റഷ് മോഡിലാണ് ഇതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. 90 km ആണ് ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് കമ്പനി അവകാശപ്പെടുന്നത്. ബാക്കിയിലൊക്കെ ഒരു 70, 50 അങ്ങനെ പവർ ലാഗ് ഉണ്ടാകും, അത് പവർ കുറവുണ്ടാകും. പിന്നെ റീജൻ ഉണ്ട് കേട്ടോ, കൈ കുറയ്ക്കുമ്പോൾ റീജനൊക്കെ ആകുന്നുണ്ട്. പിന്നെ ഇതിന് കമ്പനി ക്ലെയിം ചെയ്തേക്കുന്ന ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ 161 കമ്പനിയല്ല ARI സർട്ടിഫൈഡ്, കമ്പനി 120 അവകാശപ്പെടുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് പറയുന്നത് ഒരു 1.5 മണിക്കൂറാണ്, ഒരു 80% ഒക്കെ ആകാൻ. നോർമൽ കണ്ടീഷനിൽ ചാർജ് ആകാൻ വേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ 5-5.5 മണിക്കൂറോളം വരുന്നുണ്ട്, അത് 80% ആകാൻ വേണ്ടി. നിലവിൽ നമ്മുടെ ഇവിടെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊന്നും വന്നിട്ടില്ല, സ്റ്റേഷൻസ് വന്നിട്ടില്ല, ഫ്യൂച്ചറിൽ അവൈലബിൾ ആകുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഷോറൂം നമ്മുടെ കൊച്ചി വെണ്ണയിലാണ്
ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഷോറൂമിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വണ്ടി എടുക്കണമെങ്കിൽ വണ്ടിയുടെ ഒരു ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയാൻ ഒരു 28,000 രൂപയോളം വരും. പിന്നെ നിങ്ങളുടെ സിവിൽ സ്കോറിനെ ബേസ് ചെയ്തിട്ടാണ് മാസം ഒരു 4,000 രൂപയൊക്കെ വെച്ച് അടവ് വരും. അത് വർഷങ്ങളൊക്കെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും. വണ്ടിയുടെ ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ 1,57 വരും. എക്സ്ഷോറും 1,43 വരുന്നത്. ഞാൻ ഒരുപാട് കാര്യങ്ങളിങ്ങനെ കാറിക്കോയി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, വണ്ടി എനിക്ക് പെട്ടെന്ന് കൊണ്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് നേരം നമുക്ക് ഈ വണ്ടി റിവ്യൂ ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പെട്ടെന്ന് പറയുന്നത് കേട്ടോ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചോദിച്ചാൽ മതി, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും. വണ്ടി നമ്മൾ ബുക്ക് ചെയ്താൽ ഒരു 14 ദിവസത്തിനുള്ളിൽ കിട്ടും. ഇതിൻ്റെ ഒരു ബ്ലൂ കളറാണ്, ഇതിൻ്റെ ഒരു യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, ഗ്രേ ഉണ്ട്, വൈറ്റ് ഉണ്ട്, 5 കളർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഈ ഒരു സൈഡിലായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ചാർജിങ് പോർട്ട്, ഒരു ടൈപ്പ് USB ചാർജിങ് പോർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്. ഈ ഒരു ഗ്ലോ ബോക്സ് തുറന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്ത് ഒരു 12 ലിറ്റർ സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ ഒരു ടൈപ്പ് ചാർജിങ് പോർട്ടുണ്ട്. ഇവിടെ ഒരു മൊബൈൽ വെക്കാനുള്ളൊരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലോട്ട് വരാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാവുന്ന തരത്തിൽ ഇവിടെ ഒരു ഹുക്കുണ്ട്. ഈ ഹുക്കിൽ പിടിച്ച് ഇങ്ങനെ വലിക്കുമ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് തുറന്നു വരുന്നത്. ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോർട്ട് വരുന്നത്. ഇതിലാണ് ഇത് ചാർജ് ചെയ്യുന്നത്. ഫാസ്റ്റ് ചാർജറാണ്. അപ്പോൾ ഇതിങ്ങനെ അടച്ചു വെച്ചേക്കാം. ഇതൊക്കെ ഭയങ്കര സെറ്റപ്പായിട്ട് ഭയങ്കര ബോഡിയോട് ഭയങ്കര ഇടുകിച്ചേരുന്ന തരത്തിലാണ് സെറ്റ് ചെയ്ത്. കണ്ടോ, ഇത് അടച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു ചാർജർ ഇവിടെ ഉണ്ടെന്നേ അറിയത്തില്ല. നല്ല ഫിറ്റ് ആൻഡ് ഫിനിഷ് ആൻഡ് ക്വാളിറ്റിയിലാണ് വണ്ടി സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പുറത്തുള്ള പോലെ തന്നെ ഞാൻ പറഞ്ഞ സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. അത് കാഷ് കാർഡ് പോലെ മറിഞ്ഞു വീണാലും വണ്ടി ഇത്തേ നിന്നോളും. വണ്ടിയുടെ ബോഡിക്കൊന്നും പ്രത്യേകിച്ചൊന്നും പറ്റത്തില്ല. അതുപോലെ തന്നെ ആ ഒരു അലുമിനിയം പൈനിയർ ഉണ്ടല്ലോ, ഇതാണെങ്കിലും വണ്ടി ലഗേജ് വെക്കാനും അതുപോലെ വണ്ടിയുടെ ബോഡി സപ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് മറിഞ്ഞു വീണ വണ്ടിക്കൊന്നും പറ്റുമെന്ന് പേടിക്കൊന്നും വേണ്ട. ഫൈബർ പാർട്ടാണ്, നല്ല ക്വാളിറ്റിയുള്ള ഉണ്ടോ, നല്ല ഫിറ്റ് മെഷീൻ, നല്ല സ്ട്രോങ് ബിൽഡ് ആയിട്ടുള്ള വണ്ടി, അല്ലാണ്ട് ലോക്കൽ മെറ്റീരിയലൊന്നുമല്ല. നമുക്കിത് അടയ്ക്കാം. അപ്പോൾ ഇവിടെ 12 ലിറ്ററിൻ്റെ സ്റ്റോറേജ്. പിന്നെ ഇതാണ് ഇതിൻ്റെ മാരക സ്റ്റോറേജ്. ഞാൻ ചേതക്ക് റിവ്യൂ ചെയ്തപ്പോൾ കമൻറ്റ് വന്നു, ഏറ്റവും കൂടുതൽ സ്റ്റോറേജ് ഉള്ള വണ്ടി ചേതക്കല്ല മോനെ, റിവർ ഇന്ത്യ ആണെന്ന് പറഞ്ഞ്. സത്യമാണ്. ഇത് ഞാൻ തുറന്നങ്ങ് കാണിക്കാം. ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ അപാരമാണ്. ഇത് കണ്ടോ, ഭീകര സ്റ്റോറേജ്. കട്ടിലും കസാരയൊക്കെ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് കൊണ്ടോ. ഒരു കുഞ്ഞി കാറിൽ വാങ്ങിച്ചുകൊണ്ടിരുന്ന അത്രയും സാധനം, അതായത് വീട്ടു സാധനങ്ങളാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അത്രയും സാധനങ്ങൾ കയറും. വലിയ 2 ഹെൽമെറ്റ് വെക്കാൻ പറ്റും. ഇവിടെ ഒരു ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് 43 ലിറ്ററാണ്. ഈ സെഗ്മെൻറ്റിലേക്ക് വെച്ച് ഏറ്റവും വലിയ അണ്ടർസീറ്റ് സ്റ്റോറേജാണ്. ഇവിടെ ടയർ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് എയ്ഡ് ടൂൾ കിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ അകത്ത് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ആ ഒരു സംഭവം ഈ ഒരു ബാക്കിലും കൂടെ കൂടി ഒരു 55 ലിറ്റർ സ്റ്റോറേജ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ നിങ്ങൾ കണ്ടല്ലോ, നടുക്കൂടെ ആ ഒരു ഇത് പോകുന്നതുകൊണ്ട്, ഒരു ടണൽ പോകുന്ന ചേസിൻ്റെ ടണൽ പോകുന്നതുകൊണ്ട് തന്നെ ഈ സൈഡിലോട്ടൊക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. ചുമ്മാ അങ്ങനെ കയറ്റി വെക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്തെല്ലാം വെക്കാം. ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ഈ സൈഡിലൊക്കെ തള്ളി കയറ്റി വെക്കാം. അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഒരു ഓവറോൾ കാര്യങ്ങൾ. ചുറ്റും നടന്ന് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ. പിന്നെ താക്കോൽ ഓണാക്കുമ്പോൾ തന്നെ DRL തെളിയും കേട്ടോ. ഇതിപ്പോൾ വെയിലായതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്, അതുകൊണ്ടാണ് ഞാനത് വലിയ കാര്യമായിട്ട് തെളിച്ച് കാണിക്കാത്തത്. അപ്പോൾ എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ലുക്ക്, പിന്നെ ഇതിൻ്റെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബ്രേക്കിംഗ് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം നല്ല ടോർക്കി ആയിട്ടുള്ള വാഹനമാണ്. 2 പേരൊക്കെ വെച്ച് കയറ്റമൊക്കെ കയറും. 18 ഡിഗ്രിയാണ് ഇതിൻ്റെ ഒരു ഗ്രേഡബിലിറ്റി വരുന്നത്. അതുകൊണ്ട് 2 പേരൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് കയറ്റമൊക്കെ കയറുന്നുണ്ട് വണ്ടി. നിങ്ങൾ ബ്രേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ കൈ കൊടുക്കാൻ പറ്റില്ല, ഇങ്ങനെ ഒഴുകി കയറുന്ന പോലെ, മൂഡ് മാറ്റുമ്പോഴൊക്കെ അങ്ങനത്തെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ. വണ്ടി മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലുക്ക് വൈസ്, അതുപോലെ പെർഫോമൻസ് വൈസ്, ബ്രേക്കിംഗ് വൈസ് എല്ലാം കൊണ്ടും. അപ്പം നമുക്ക് ജസ്റ്റ് ഇവനെ ഒന്ന് റൈഡാം. അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഇത് കയറി ഇരുന്നിട്ട് ഇതിൻ്റെ മീറ്റർ കൺസോളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാം. താക്കോല ഇവിടെ ഓടി നടന്നിട്ടുള്ള റിവ്യൂ ആണ് കേട്ടോ. കയറി ഇരുന്ന് നോക്കുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് ഒരു മൊബൈൽ ഹോൾഡർ കാണാൻ സാധിക്കുന്നത്. റിവർ എന്ന് പറയുന്നത് റിവർ ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഞാനിങ്ങോട്ട് ഇതിൽ ഫോൺ വെച്ച് മാപ്പൊക്കെ ഇട്ടാണ് വന്നത്. ഇതൊരു എക്സ്ട്രാ ആക്സസറി ആണ് കേട്ടോ. കാരണം ഇതിൻ്റെ മീറ്റർ കൺസോളിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. വളരെ കളർഫുള്ളായിട്ടുള്ള മീറ്റർ കൺസോളാണ്. സൈഡ് സ്റ്റാൻഡ് മോട്ടർ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്പീഡ് കാണിക്കുന്നുണ്ട്, ഓഡോമീറ്റർ കാണിക്കുന്നുണ്ട്, റേഞ്ച് 82% ചാർജ് ഉണ്ട്. 63 കിലോമീറ്ററിന് ഓടുന്ന കാണിക്കുന്നത്. ട്രിപ്പ് 1, ട്രിപ്പ് 2, ടൈം, റഷ് മോഡുണ്ട്. അതുപോലെ തന്നെ വണ്ടിക്ക് ഇക്കോ മോഡുണ്ട്. അങ്ങനെ മോഡുകളുണ്ട്. ജസ്റ്റ് മോഡ് മാറ്റി കാണിക്കാം. വണ്ടി ജസ്റ്റ് ഒന്ന് ഓൺ ആക്കണം. റെഡി ടു റേസ് എന്ന് എഴുതി കാണിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പവറിൻ്റെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ റൈഡ് മോഡ് ഇക്കോയിൽ വണ്ടി 86 ഓടി, 82% ചാർജിൽ. റൈഡിലോട്ട് ഇടുമ്പോൾ 77 ഓടത്തുള്ളൂ. റഷിൽ 63 ഓടത്തുള്ളൂ. റഷാണ് ഏറ്റവും പവറുള്ളൂ. ഇവിടെ നമുക്ക് ബാക്കിലും ഡിസ്ക് ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ മാസ്റ്റർ സിലിണ്ടർ കാണാൻ പറ്റുന്നത്. നോർമൽ വണ്ടികളിലൊക്കെ ഫ്രണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ 3 പീസ് ഹാൻഡിൽ ബാർ സെറ്റപ്പ്, ഡിമ്മ് ബ്രൈറ്റ് പാസ്, ഇൻഡിക്കേറ്റർ, ഇതാണ് ഹോണ്, എൻജിൻ കില്ല്, ഇത് പാർക്ക്, ഇത് മോഡ് മാറ്റും സ്വിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. ഈ പാർക്കിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർക്കിംഗ് മോഡാണ്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മുന്നോട്ടൊരു ആരോ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈ കൊടുത്തത് മുന്നോട്ട് ഇങ്ങനെ ഒരു 3 കിലോമീറ്റർ സ്പീഡിൽ പോകും. അതേസമയം ഈ ആരോ പുറകോട്ടാണ് കാണിക്കുന്നതെങ്കിൽ വണ്ടി റിവേഴ്സ് കാണിച്ചു തരാം. ഇപ്പോൾ ആരോ പുറകോട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ കൈ കൊടുത്താൽ ഒരു 3 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി പുറകോട്ട് പോകും. അതൊന്നുകൂടെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ പോവും. എന്താണ് പോകുന്നത്? ഒരു ഹെലികോപ്റ്ററാണല്ലോ പോകുന്നത്. പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ
പോയില്ല. അപ്പം മോഡിട്ടപ്പം പോയി. ഇനി ഞാൻ ജസ്റ്റ് വണ്ടി ഒന്ന് റൈഡാം. ഇക്കോ മോഡിലിടാം. അടയ്ക്കട്ടെ, ഹെൽമെറ്റ് അടയ്ക്കട്ടെ. ഇക്കോയിലിട്ടു, കൈ കൊടുത്തു, എടുക്കുന്നു. നമുക്ക് വണ്ടീൻ്റെ നേരെ വെക്കാം. ഹെലികോപ്റ്ററായിട്ട് ചേസ് പിടിച്ചാലോ. അപ്പോൾ ഇക്കോയിലിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തെടുക്കാമേ. ഒറ്റ കൊടുക്ക് എന്തായാലും കയറും നോക്കാം. ഇപ്പോൾ 0-യിലാണ്, വെയിലായതുകൊണ്ട് കാണാൻ പറ്റുന്ന അറിയത്തില്ല. ഇക്കോയിലിട്ട് കൊടുക്കുകയാണ്. 16, 18, 20, 22. കാലൊക്കെ എടുത്ത് വെക്കട്ടെ. ഇതാണ് ഇതിൻ്റെ ഒരു കോക്പിറ്റ് വ്യൂ. ഒരു 39, 40 ഉണ്ടോ. ഇതിങ്ങനെ ഒരു പഴം പുഴുങ്ങിയ പോലെയാണ് പോകുന്നത്. വലിയ പവറൊന്നും എടുക്കുന്നില്ല. 40 സംതിങ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാം. ഇവിടെ അധികം നേരം വണ്ടിയിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ചിലപ്പം പോലീസ് മാമന്മാർ പെറ്റിയടിക്കും. ഇനി നമ്മൾ ഓട്ടത്തിൽ തന്നെ നമുക്ക് ജസ്റ്റ് മോഡ് മാറ്റണം. അല്ല വേണ്ട, നിർത്തിയിട്ട് എടുക്കാം. ഇപ്പോൾ റീജൻ ആവുന്നുണ്ട് കേട്ടോ. കൈ കുറയ്ക്കുമ്പോൾ റീജൻ അവിടെ കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് റൈഡിലിട്ട് എടുക്കാം. ഇതാ റൈഡിൽ കണ്ട ഒരു ക്യുക്ക് വലിയുണ്ട്. സൗണ്ടൊന്നും ഇല്ല കേട്ടോ. ആ ബെൽറ്റ് ഡ്രൈവിൻ്റെ പോലത്തെ സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. സസ്പെൻഷൻ കണ്ടോ, ചെറിയ കുഴിയിലൊക്കെ ചാടി നല്ല സുഖമുണ്ട്. 65, 66, 69. റോഡ് തീർന്നു പോയി. ടോപ്പ് 90 വരെ കയറത്തുള്ളൂ. ഞാനതിൻ്റെ ഒരു ഇനീഷ്യൽ ക്യുക്ക് കാണിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇനി ഇവിടെ നിന്ന് ഒന്നുകൂടെ നമുക്ക് റഷ് മോഡിലിടാം. ഏറ്റവും കൂടിയ മോഡ് റഷിലിട്ടിട്ട് ഒറ്റ കൊടുക്കാം. റഷിലിടുമ്പോൾ അതേ ഒറ്റ പോക്ക്. 59, 60. ചെറിയൊരു കട്ടർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ബ്രേക്ക് പിടിച്ചു. ഇതാണ് ബ്രേക്കിംഗ്. ഇതുണ്ടോ, ബാക്കാണ് പിടിക്കുന്നത്, കോമ്പിയാണ്. ഇതിപ്പോൾ ഫ്രണ്ട് പിടിച്ചാലും കണ്ടോ, സെറ്റ് ബ്രേക്ക് പിടിച്ചെടുത്താണ്. പിന്നെ ഭയങ്കര കോൺഫിഡൻസ് ആണ് കേട്ടോ. കിടിലതേ ബോഡി ബാലൻസ്. സാധാരണ വണ്ടികൾ നമ്മൾ ഓടിക്കുമ്പോൾ വെയിറ്റ് കുറഞ്ഞ് വണ്ടി ഇങ്ങനെ സിറ്റിയിലൊക്കെ യൂസ് ചെയ്യും, ഇങ്ങനെ പൊളഞ്ഞിങ്ങനെ. ഈ വണ്ടി കണ്ടോ, ഇതിങ്ങനെ ചെരിച്ചാലും വണ്ടി ഭയങ്കര ബോഡി ബാലൻസ്. വണ്ടി കണ്ടോ, വടി പോലെ നിൽക്കും. അതായത് ഒരു കാറിലൊക്കെ ഇരുന്ന് പോകുന്ന പോലത്തെ, മീൻസ് ഞാൻ ഉപമ പറയാം കേട്ടോ. അങ്ങനത്തെ സുഖമുണ്ട്. ഈ ഹാൻഡിൽ മാത്രം എനിക്ക് ഫേഡ് വണ്ടികൾ ഭയങ്കര ഇഷ്ടം എന്നാന്ന് പറയാം. ഫേഡ് വണ്ടികളുടെ ഹാൻഡിൽ മാത്രം ഇതിൽ ബോഡി ഇങ്ങനെ വടി പോലെ ഇരിക്കും. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ ഈ വണ്ടി തിരിച്ചാലും ഈ വണ്ടിയുടെ ബോഡി നല്ല വടി പോലെ നിൽക്കും. ഒരു 153 കിലോളം വെയിറ്റുള്ള വണ്ടിയാണ്. ഇത്ര ഹെവി വണ്ടിയാണല്ലോ. അപ്പോൾ ആ ബോഡി ബാലൻസ് കണ്ടോ പക്കയാണ്. നമ്മളിങ്ങനെ തിരിച്ചാലും ചെരിച്ചാലും കണ്ടോ, ഫ്ലിക്കബിലിറ്റിയൊക്കെ അടിപൊളിയാണ്. സിറ്റിയിലൊക്കെ നമുക്ക് ചുമ്മാ പൊളച്ചെടുത്തുകൊണ്ട് പോകാം. വണ്ടി കയ്യിൽ നിന്ന് പോകുന്നൊന്നുമില്ല. റോഡുമായിട്ട് നല്ല പിടുത്തമുണ്ട്, നല്ല കംഫർട്ട് വരുന്നുണ്ട് വണ്ടി. ഇത് ലോങ് ടൂറർ സെഗ്മെൻറ്റ് വരുന്നൊരു വണ്ടിയാണ്. പക്ഷേ ഇലക്ട്രിക് വണ്ടീനെ എങ്ങനെയാണ് നീ ലോങ് ടൂററായിട്ട് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണ്. പിന്നെ റേഞ്ച് 120 ഉള്ളൂ. പക്ഷേ ഒരു കാൽക്കുലേഷനൊക്കെ വേണം. ഇപ്പോൾ ഇലക്ട്രിക് വണ്ടി ഏതാണെങ്കിലും നമ്മളിതുകൊണ്ട് പോകുമ്പോൾ എവിടെയൊക്കെ കൊണ്ട് ചാർജ് ചെയ്യാം എന്നൊരു ഐഡിയ ഇല്ലാണ്ട് പോയി കഴിഞ്ഞാൽ മടി പിടിച്ചിരിക്കുന്നതിന് പറ്റുന്ന സാധനമല്ല. പെട്രോൾ വണ്ടി തീർന്ന് കിടക്കുന്ന സമയത്ത്, ഇപ്പോൾ പെട്രോൾ തീർന്ന് കിടക്കുന്ന സമയത്ത് അടുത്ത പമ്പി കുപ്പിക്കകത്ത് വാങ്ങിച്ചുകൊണ്ട് ഒഴിച്ചിട്ട് പോകുന്ന പരിപാടി നടക്കത്തില്ലോ. അപ്പോൾ ഒരു ഐഡിയ ഉള്ളവനെ ഇത് പറ്റത്തുള്ളൂ. അല്ലാത്തവന് ഇലക്ട്രിക് വണ്ടി ഇച്ചിരി സുഖമായിരിക്കും. അപ്പോൾ ഒരു കാൽക്കുലേഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുകൊണ്ട് പോകാം. ഇപ്പോൾ കാരണം ഏതൊക്കെ ആയിട്ട് ലോകം മൊത്തം കറങ്ങാൻ പോകും, അതായത് ഇന്ത്യ മൊത്തം കറങ്ങാൻ പോയവരുടെ കഥയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു പ്രത്യേക കാൽക്കുലേഷനാണ് പോയത്. പമ്പിൽ പോയി കുത്തിയിടുക അങ്ങനെയൊക്കെ. ഇപ്പോൾ സിറ്റി യൂസിന് ഒരു ഫാമിലിക്ക് വീട്ടു സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് പോകാം. പിന്നെ ഞാനിത് കേട്ടിടത്തോളം ഫസ്റ്റ് അടുത്ത് ഭയങ്കര ഹെവി വണ്ടിയാണല്ലോ, ഇത്രയും വലിയ വണ്ടിയാണല്ലോ, ഇത്രയും വെയിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ലേഡീസിന് പറ്റുമെന്ന്. ലേഡീസിന് തീർച്ചയായിട്ടും പറ്റും കേട്ടോ. അവർക്ക് കാലൊക്കെ കണ്ടോ സുഖമായിട്ട് കുത്താൻ പറ്റും. ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് 168 mm ആണ് കേട്ടോ. പടിയൊന്നും അങ്ങനെ തട്ടത്തൊന്നുമില്ല. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ തണലത്തോട്ട് വെക്കാം, എന്നിട്ട് ഞാനത് കാണിച്ചു തരാം. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി സൈഡ് സ്റ്റാൻഡിൻ്റെ വാണിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ തന്നെ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത പോലെ തോന്നുന്നു. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് വന്ന കുണ്ടും കുഴിയുള്ള വഴി കൂടെ ഒക്കെ ചടിച്ചോണ്ടാണ് വന്നത്. പടിയൊന്നും ഇടിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 770 mm ആണ് കേട്ടോ. അപ്പം ആർക്കും അനായാസം കയറാനും ഇറങ്ങാനും പറ്റുന്ന ഒരു സീറ്റ് ഹൈറ്റാണ്. അപ്പോൾ ഞാനിതിൽ കയറിയിരിക്കുമ്പോൾ എനിക്ക് ഫ്ലാറ്റ് ഫുഡാണ് കേട്ടോ. ഉണ്ടോ, സുഖമായിട്ട് ഈസി ആയിട്ട് കയറാനും ഇറങ്ങാനും സാധിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു വാറണ്ടി എന്ന് പറയുന്നത് 3 വർഷമാണ്. ഒരു 5000 രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്കൊരു 5 വർഷം കൂടെ ആക്കാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങേറ്റം വരെ പോകാം. ഇപ്പോൾ റഷ് മോഡിലാണ് കേട്ടോ. ഒച്ചയൊന്നും ഇല്ല വണ്ടിക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഈ വണ്ടിക്ക് മറ്റേ ബെൽറ്റ് ഡ്രൈവ് മാറ്റി ചെയിൻ ഡ്രൈവ് വന്നപ്പോഴത്തേക്കും ഒച്ചയൊന്നുമില്ല. ഏതൊക്കെ ഓടിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ബെൽറ്റിൻ്റെ ഒച്ച ഉണ്ടല്ലോ, ആ ഒച്ചയൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ചെയിൻ വേണമെങ്കിൽ നമുക്ക് തന്നെ മുറുക്കാനുള്ളൂ കേട്ടോ, ലൂസാകുമ്പോൾ. ഷോറൂമിൽ കൊണ്ടുവരുന്നതാണ് നല്ലത്. ഫസ്റ്റ് സർവീസ് വരുന്ന 1000 കിലോമീറ്ററാണ്, സെക്കൻഡ് 5000 ആണ്. അപ്പോൾ എൻ്റെ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം ഒരു 1000 രൂപയെ താഴെ വരത്തുള്ളൂ. പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല, ബ്രേക്ക് പാഡ് മാറുക, ചെയിൻ മുറുക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും ഇലക്ട്രിക് വണ്ടിക്ക് ചെയ്യാനില്ലല്ലോ. ഗൈസ്, ഞാൻ ഈ വണ്ടി കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് സിറ്റി കൂടെ ഓടിക്കുന്നതും കൂടെ ഒന്ന് കാണിക്കാം കേട്ടോ. തിരിച്ചിപ്പോൾ ഷോറൂമിലോട്ട് പോവാണ്. അപ്പോൾ ഇത് നമ്മുടെ വില്ലിംഗ്ടൺ ഐലൻഡ് ആണ്. ഇവിടെ കിടന്ന് കുറേ കളിച്ച് കഴിഞ്ഞാൽ പെറ്റി അടിക്കും. ഇപ്പം നമ്മുടെ കൊച്ചി മച്ചാനെ കണ്ടായിരുന്നു. മച്ചാൻ ഇവിടെ വണ്ടി റിവ്യൂ ചെയ്യാൻ വന്നു. മച്ചാൻ എന്നോട് പറഞ്ഞു, എൻ്റെ സുഹൃത്തിനെ പോസ്റ്റ് അടിപ്പിച്ച് നിർത്തിയേക്കും കേട്ടോ. മച്ചാൻ എന്നോട് പറഞ്ഞു, മോനെ നീ ഇവിടുന്ന് വണ്ടി എടുത്ത് വിട്ടോ, അല്ലെങ്കിൽ നിന്നെ ഇപ്പോൾ പെറ്റി അടിച്ച് തൂക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ വന്നു കറക്റ്റ് സമയം പിടിച്ചു.
A few moments later. അപ്പോൾ വളരെ സംഭവബഹുലമായ സംഭവങ്ങളായിരുന്നു. ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ RPF പിടിച്ചിട്ടുണ്ട്. അഡ്രസ്സൊക്കെ എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട്. മിക്കവാറും പറ്റി വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ വണ്ടിക്കകത്ത് കടന്നു കിട്ടിയതാണ് കേട്ടോ. ഇത് ഞാൻ മുമ്പ് കാണിക്കാൻ മറന്നു. കറക്റ്റായിട്ടുള്ള പ്രൈസാണ് കേട്ടോ. എക്സ് ഷോറൂം പ്രൈസ് വിത്തൗട്ട് സബ്സിഡി 162, ഡ്രൈവ് സബ്സിഡി 10,000, ഡിസ്കൗണ്ട് 9,191, എക്സ് ഷോറൂം 142, അതായത് 143, ഇൻഷുറൻസ് 6,435, റോഡ് ടാക്സ് 8,110, RTO രജിസ്ട്രേഷൻ 405, ഓൺ റോഡ് 157,949. കൊച്ചിയിലെ പ്രൈസാണ് കേട്ടോ. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് കടന്നു കിട്ടിയതാണ്. ഇപ്പം നമ്മുടെ പോലീസ് പിടിക്കാൻ വന്നപ്പോഴത്തേക്കും, പോലീസല്ല RPF പിടിക്കാൻ വന്നപ്പോഴത്തേക്കും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എടുത്ത് കാണിച്ച കൂട്ടത്തിൽ ഇത് കയ്യിലോട്ട് കിട്ടിയതാണ്. പിന്നെ നമ്മുടെ ഫോൺ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാപ്പ് ഇട്ടിട്ടുണ്ട് ഷോറൂമിലോട്ട്. ഇത് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും, ഇത് എക്സ്ട്രാ ആക്സറി കേട്ടോ. ഇത് രണ്ട് സൈഡിൽ നിന്നും താഴെ നിന്നും ഇതുണ്ട്. ഇങ്ങനെയാണ് ലോക്കും പരിപാടി. സ്റ്റാർട്ടാക്കി ഇക്കോ റെഡി ടു റൈഡ് പോവാണ്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബം വിൽക്കേണ്ടി വരും. ഇനി അടുത്ത് വരുന്നവർക്കെല്ലാം പറ്റിയെടുക്കേണ്ടി വരും. നമ്മൾ ദേ സുഖമായിട്ട് എൻ്റെ കാല് ദേ ഫ്രണ്ടിൽ വെച്ചേക്കുന്നുണ്ട്. ഇത് നമ്മൾ കുറേ ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് എന്താ പറയുക, ചെറിയൊരു ഗട്ടർ. ഞാനും എൻ്റെ കൂട്ടുകാരനുണ്ട് കേട്ടോ. എൻ്റെ പുറകിൽ 100 കിലോ ഉള്ള കൂട്ടുകാരനാണ്. ഞങ്ങൾ രണ്ടുപേര് പോയിട്ടും വലിയ സീനൊന്നുമില്ല. ഉണ്ട് ഗട്ടറൊക്കെ ചാടും. വണ്ടിക്ക് നല്ല സ്റ്റെബിലിറ്റി ഉണ്ടോ, നല്ല വടി പോലെ ഒരു കാറൊക്കെ തിരിച്ചുകൊണ്ട് പോകുന്ന പോലെ നല്ല സുഖിച്ച്. ആഹാ ബ്രേക്കൊക്കെ ഉണ്ടോ, പക്ക ബ്രേക്കൊക്കെ പിടിച്ചിട്ടതാണ്. മറ്റേത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേതൊക്കെ ഓടിച്ചുകൊണ്ട് നടന്നപ്പം ബ്രേക്ക് പിടിച്ചു. ഞാൻ വേറൊരു വണ്ടീനെ കുറ്റം പറയുന്നതല്ല, ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയാം. ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ആനയാടും പോലെ വ്യത്യാസമുണ്ട്. ഇതൊരു ഹെവി വണ്ടിയാണ്, പക്ഷേ ഇത്ര ഹെവി വണ്ടിയായിട്ട് പോലും ഇതിൻ്റെ ഹെവിനെസ് ഇതിന് ഫീൽ ചെയ്യുന്നില്ല. ബ്രേക്കിങ് കണ്ടോ, ബാക്ക് പിടിച്ചാലും നല്ല ബൈറ്റ് ഉണ്ട്. കോമ്പി ആയതുകൊണ്ട് തന്നെ ബാക്ക് പിടിക്കുമ്പോൾ ഫ്രണ്ടും കൂടെ താഴുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ടാണെങ്കിലും ദേ ഒരു വിരൽ തൊട്ടാൽ തന്നെ ക്യുക്ക് ബൈറ്റാണ്. 3 പിസ്റ്റൺ കാലിപ്പറാണല്ലോ. അപ്പോൾ ഇവിടെ ഇത് കാണിക്കുന്നുണ്ട്, കൈ എടുക്കുമ്പോഴേ റീജിയൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടങ്ങ് റീജിയനൊന്നും ആകത്തൊന്നുമില്ല. ഈ കാലിത് ഇങ്ങനെ ചവിട്ടി ഓടിക്കുമ്പോൾ ഭയങ്കര ഫൺ ടു റൈഡാണ് കേട്ടോ. ഒരു ബൈക്കൊക്കെ കൊണ്ടുപോകുന്ന പോലെ ഉണ്ടോ, സുഖമായിട്ട് ഇങ്ങനെ വീശിയൊക്കെ പോവാം. പക്ഷേ ഇത് ഒത്തിരി വീശാൻ പോയാൽ ചിലപ്പോൾ കാല് നിലത്ത് വരാൻ ചാൻസ് ഉണ്ട്. കാരണം കാല് നമ്മളിങ്ങനെ പുറത്തോട്ട് എക്സ്പോസ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ബൈക്കൊക്കെ വീശുന്നില്ല, മുട്ടടച്ച് വീശിയാലത്തെ കാര്യം കേട്ടോ. അല്ലെങ്കിൽ സീനൊന്നുമില്ല. നമുക്ക് ഇവിടെ കാലെടുത്ത് വെക്കാം കേട്ടോ. കുറേ നേരം നമ്മളിങ്ങനെ മടക്കി വെച്ച് പോയി കഴിയുമ്പോൾ നമുക്ക് റെസസ്. ഞാൻ ബൈക്കിൽ പോകുമ്പോഴും അതെ, എനിക്കെപ്പോഴും കുറേ നേരം പോയി കഴിയുമ്പം മടുക്കുമ്പോൾ ഞാൻ കാലൊക്കെ ചുമ്മാ ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇത് അങ്ങനെ റിലാക്സ് ചെയ്ത് ഓടിക്കാം. ഈ അവഞ്ചർ 220 ഒക്കെ ഓടിച്ചവർക്ക് ആ ഒരു സുഖം മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു, ഇങ്ങനെ കാല് വെച്ചിട്ടുള്ള. ഇപ്പം ഞങ്ങൾ 2 പേര് വെച്ചാണ്, ഇക്കോയിലാണ് 41 വരെ കയറുന്നുള്ളൂ. ഫുൾ പിരിച്ചു പിടിച്ചേക്കാണ്. റൈഡിലിടാം. എന്നിട്ട് ഞാൻ കൈ കൊടുക്കുകയാണ്. ആ ഒരു ക്യുക്ക് മറ്റേ ഒരു ടോർക്കിൻ്റെ ഒരു ചാട്ടം ഉണ്ടല്ലോ, അത് അങ്ങനെയൊന്നൊരു ചാട്ടമെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷേ ഈ ഏതൊരു ഓലയൊക്കെ പോലെ പുറയിരിക്കുന്നവൻ തെറിച്ച് പോകുന്ന പോലത്തെ ചാട്ടമല്ല, ഒരു നൈസായിട്ടുള്ള പരിപാടിയാണ്. കയറുന്നുണ്ട്. ഇതിപ്പോൾ ഈ ഓട്ടത്തിൽ തന്നെ നമുക്ക് റഷിലോട്ടിടും കണ്ടോ. പവർ ഡെലിവറി അറിയാനും പറ്റുന്നുണ്ട്, പവർ എടുക്കുന്നുണ്ട്. എന്നാൽ പില്യൺ റൈഡർക്കും നമുക്കും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. നല്ല രീതിയിൽ പവർ ഡെലിവറി ചെയ്യുന്നുമുണ്ട്. നല്ല റെസ്പോൺസും തരുന്നുണ്ട് വണ്ടി. കോൺഫിഡൻസ് തരുന്നുണ്ട് ഓടിക്കാൻ. വണ്ടിക്ക് നല്ല സ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ബ്രേക്കിങ്, സസ്പെൻഷൻ ഇതുണ്ട്. ഇത് ഈ പേവിങ് ടൈൽസ് ആയതുകൊണ്ട് വണ്ടി ഇച്ചിരി ചാടിയാണ് പോകുന്നത്. പക്ഷേ നല്ല സുഖമാണ് കേട്ടോ, അറിയുന്നില്ല. ഈ ഒരു എന്താ പറയുക, ഈ ബോട്ടം ചെന്ന് ഫ്രണ്ട് സസ്പെൻഷൻ ചെന്ന് ഇടിക്കുന്ന ഒരു സംഭവം ഉണ്ടോ, ബ്രേക്ക് പിടിക്കുമ്പോൾ കട്ടറിലൊക്കെ ചാടുമ്പോഴത്തേക്കും പോയി കുത്തുമല്ലോ താഴത്തോട്ട്. അങ്ങനെ ഒരു കുത്തുന്ന ഒരു സാധനം ഇതിൻ്റെ അകത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മൂത്ത് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. നല്ല സോഫ്റ്റ്വെയർ ഫീൽ ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് സിറ്റിയിലും കൂടെ ഒന്ന് ബ്ലോക്കിലും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരുട്ടി കാണിച്ചിട്ട് പരിപാടി അവസാനിപ്പിക്കാം കേട്ടോ. ഗായ്സ്, ഇപ്പോൾ ഞാൻ വണ്ടിയിലെ റൈഡർ ചെറുതായിട്ടൊന്ന് സ്വിച്ച് ചെയ്തു. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ ഞാൻ പുറകിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ 2 പേരും കൂടെയാണ് പോകുന്നത്. അപ്പോൾ കണ്ടില്ല, ഇത്രയും വലിയൊരു മനുഷ്യൻ ഇവിടെ ഇരുന്നിട്ടും എനിക്ക് നല്ല സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. എന്നെ ഒരു ബക്കറ്റിൽ ഇറക്കി വെച്ച പോലെയാണ് കേട്ടോ ഞാൻ ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ ആ ബാക്കിലെ ആ ഒരു പില്യൺ ബാക്ക് റെസ്റ്റൊക്കെ നല്ല സപ്പോർട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ പവർ ഡെലിവറിയുടെ സമയത്തൊക്കെ ഇപ്പോൾ റഷ് മോഡിലാണ് വണ്ടി, ഏറ്റവും പവറുള്ള മോഡിലാണ്. അപ്പോൾ നമ്മൾ ബ്ലോക്കിലൊക്കെ വെച്ച് പെട്ടെന്ന് കൈ കൊടുത്തെടുത്തപ്പോഴും ഞാൻ പുറകോട്ട് മലന്ന് പോകുന്ന പോലത്തെ ഫീലൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര സ്മൂത്തായിട്ടുള്ളത്. എന്നാൽ പവർ ഉണ്ട്, ആ പവറിൻ്റെ ഫീലൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കൊരു പില്യൺ റൈഡർ എന്നുള്ള നിലയ്ക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പവറിൻ്റെ ഒരു ഡെലിവറി സമയത്ത് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. ബ്രേക്കിംഗ് ഒക്കെയാണ് അടിപൊളിയാണ്. പിന്നെ പില്യൺ യാത്ര ചെയ്യുന്ന സമയത്ത് സസ്പെൻഷൻ, ട്വിൻ ഹൈഡ്രോളിക് സസ്പെൻഷൻ ആണല്ലോ, അടിപൊളി സസ്പെൻഷനാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. പുറകിൽ എന്താണ് വരുന്നത്, ഒരു ലോറി വരുന്നുണ്ടല്ലോ. അപ്പോൾ നല്ല ഒരു സസ്പെൻഷനാണ്. ഗട്ടറിലൊക്കെ ചാടുമ്പോഴത്തേക്കും നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ദേ കാണിച്ചു തരാൻ കണ്ടോ, പുള്ളി ഇരുന്ന് ഓടിക്കും. അപ്പോൾ ഞാൻ നല്ല സുഖമായിട്ട് എൻ്റെ കാലൊക്കെ വെച്ചേക്കുന്നുണ്ടോ, നല്ല നിങ്ങൾക്ക് കാണാവുന്ന തരത്തില്ല, ഞാൻ ഏകദേശം ഒരു ഐഡിയയിലാണ് ഇതൊക്കെ കാണിക്കുന്നത്. നല്ല സുഖമായിട്ട് കാലൊക്കെ ചവിട്ടാൻ പറ്റുന്നുണ്ട്. സുഖമായിട്ട്
ആസ് എ പില്യൺ റൈഡർക്കും കൂടെ നല്ല കംഫർട്ട് തരുന്ന ഒരു കിടിലം വണ്ടിയാണ്. ഇനി നമുക്ക് ആകെ ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ളത് ഒരു സിറ്റി ഉണ്ട്. ബാക്ക് റെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് കാണാവോ? കാണത്തില്ലാന്ന് തോന്നുന്നു. സൈഡിൽ കൂടെ ഇലക്ട്രിക് വണ്ടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിറ്റിയിലൊന്ന് ബ്ലോക്കിലൊക്കെ ഇറക്കിയിട്ട് അതിൻ്റെ ഫ്ലിക്കബിലിറ്റിയും സിറ്റി യൂസിനൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാൻ നോക്കിയിടത്തോളം ഇത് സിറ്റി യൂസിന് വീട്ടിൽ ഒരു കുടുംബത്തിന് പറ്റുന്ന വണ്ടിയാണ്. ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഫാമിലിക്ക് മൊത്തം ഇടയ്ക്ക് നിങ്ങൾക്ക് ടൂറൊക്കെ പോകണമെങ്കിൽ. അപ്പോൾ ഇത് ഇലക്ട്രിക് വണ്ടിയാണ്, മൈലേജ് ഇത്രേ ഉള്ളൂ, 120 ഒക്കെ എടുത്തുള്ളൂ. അപ്പോൾ അത് ഒരു കാൽക്കുലേഷന് വേണം നിങ്ങൾ ടൂറൊക്കെ പോകുമ്പോൾ പോകാൻ. ചാർജ് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും നിങ്ങൾക്കൊരു ഐഡിയ വേണം. അല്ലെങ്കിൽ നിങ്ങൾ വഴി കിടക്കും. അതിപ്പോൾ ഈ വണ്ടി നല്ല ഏത് ഇലക്ട്രിക് വണ്ടി എടുത്താലും അതായിരിക്കും അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ലഗേജൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസൊക്കെ ഉള്ള, നല്ല സ്റ്റേബിളായിട്ടുള്ള, നല്ല സോളിഡായിട്ടുള്ള, നല്ല എന്താ പറയുക ഒരു സ്റ്റെബിലിറ്റിയൊക്കെ തരുന്ന, നല്ല സുഖിച്ചിരുന്ന് പോകാൻ പറ്റുന്ന ഒരു ടൂറർ, അങ്ങനെ പറയാവുന്ന ഒരു ടൂറർ ഇലക്ട്രിക് സ്കൂട്ടർ, ഒരു മാക്സി സ്കൂട്ടർ. നമ്മൾ ഇതേ പാലത്തെ കൂടെയൊക്കെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ പുറകിൽ നിന്നുള്ള വ്യൂ ഒക്കെ. എൻ്റെ ക്യാമറ ഇപ്പോൾ അടുത്ത ബസ്സേ പോകുന്നതാണ് എൻ്റെ പേടി. ആണ് പുള്ളി എൻ്റെ ഫ്രണ്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ സിറ്റിയിലോട്ട് പോകാം. ഇനിയിപ്പോൾ നമ്മൾ ബ്ലോക്കിലായിട്ട് ഒന്ന് അംഗം വെട്ടണം. നമ്മൾ എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ ഭയങ്കര ക്യൂരിയസ് അടിച്ചിട്ടാണ് ഞാൻ ഈ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വന്നത്. കാരണം മലയാളി സംരംഭകരുടെ സാധനം, പിന്നെ യമഹ പോലെ ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നു, പിന്നെ കിടിലൻ ലുക്ക്, കിടിലൻ സംഭവം. ഒരു പ്രേമലു സിനിമയിലൊക്കെ കണ്ടപ്പോൾ തൊട്ട് അതിന് മുമ്പ് വണ്ടി കണ്ടിട്ടുണ്ട്. ഈ വണ്ടി ഒന്ന് ഓടിക്കണം എന്നുള്ളൊരു കൊതിയൊക്കെ ഉണ്ടായിരുന്നു. ഓടിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി അധികം വാചാലനാകുന്നില്ല, ഞാൻ സംസാരം കൂടുതലാണെന്ന് എല്ലാവരും പറഞ്ഞത്. ഇനി ബ്ലോഗ് ചെണ്ട് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഗായ്സ് നമ്മൾ അങ്ങനെ കറങ്ങിത്തെറ്റി സിറ്റിയിലോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഉദ്ദേശിച്ച പോലെ ബ്ലോക്കൊന്നുമില്ല. രാവിലെ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു. ഇപ്പം നല്ല ഫ്രീ ആയിട്ട് വഴി കിടക്കുന്നു. ചെറിയ ചെറിയ ഗട്ടറുകൾ പോലത്തെ ചാട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളിത് കാണുന്നുണ്ടോ? അത് കണ്ടോ ചാടുന്നത്? വൈബ്രേഷനോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇലക്ട്രിക് വണ്ടിക്ക് വൈബ്രേഷനൊന്നുമില്ല. പിന്നെ എന്താ പറയുക, ഒരു സ്മൂത്തായിട്ടാണ് ചാട്ടവും കാര്യങ്ങളൊക്കെ. ഇങ്ങനെ കുത്തിപ്പൊങ്ങി നമ്മൾ തെറിച്ച് പോകുന്ന പോലെ ഒന്നുമല്ല കേട്ടോ. ഹൈവേയിലോട്ട് കയറുകയാണ്. നട്ടുച്ച വെയിലാണ്, 12:50 എന്നാലും നമ്മുടെ മീറ്റർ കൺസോൾ കിടിലനായിട്ട് കാണാൻ പറ്റുന്നുള്ള കളർഫുൾ ഡിസ്പ്ലേ ആണ് കേട്ടോ. അതെടുത്ത് പറയണം. പിന്നെ ഇതിലൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് 4 ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് ഒന്നുമില്ല. കാരണം ഇപ്പോൾ എല്ലാ വണ്ടിക്കും വരുന്നൊരു സാധനമാണ്, അതില്ല. പിന്നെ ഇതിന് മറ്റേ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് നിലവിൽ അവൈലബിൾ ആയിട്ടില്ല. അത് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ചാർജ് ചെയ്യണം, അതാണ് ഒരവസ്ഥ. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് നിലവിൽ ഇതിൻ്റെ ഒരു ഡ്രോബാക്സ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതർ സൈഡ് നോക്കുമ്പോൾ യാത്രാസുഖം, ലുക്ക്, മൈലേജ്, ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്പേസും കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ സ്പേസൊക്കെയാണ് മെയിനായിട്ടുള്ള ഫീച്ചർ. പിന്നെ എന്താ പറയുക, ഈ മീറ്റർ കൺസോളിൽ നിങ്ങൾ പാട്ട്, മ്യൂസിക് അതൊന്നും പ്രതീക്ഷിക്കൊന്നും വേണ്ട. മറ്റേ ഓല പോലെ പാട്ട് വെട്ടി സെറ്റപ്പൊന്നുമില്ല, ജസ്റ്റ് ഒരു മീറ്റർ കൺസോൾ. ഇപ്പം നമ്മളിപ്പോൾ ഓവർടേക്കൊക്കെ ചെയ്യാൻ നേരത്ത് ഇപ്പം ഞാൻ കാലി സൈഡിലാട്ടോ ചവിട്ടിയേക്കുന്നത്. ഇൻഡിക്കേറ്റർ ഇടുന്നു, ജസ്റ്റ് ഇങ്ങനെ കയറുന്നു, സുഖമായിട്ട് നല്ല ഫ്ലിക്ക് ചെയ്ത് കൊണ്ടുപോകാം. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുത്തിപ്പൊളച്ച് കൊണ്ടുപോകാം. ഇതിപ്പോൾ അത്ര തിരക്കൊന്നുമില്ല. ഇപ്പോൾ തിരക്കുണ്ടെന്ന് ഞാനത് കാണിച്ചു തരായിരുന്നു. അതാണ് ഉദ്ദേശിച്ചത്. നമുക്ക് നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട് വണ്ടി. റഷിലാണ് കേട്ടോ പോകുന്നത്. റഷ് മോഡ്, ഏറ്റവും കൂടുതൽ പവറുള്ള മോഡ്. അപ്പോൾ റഷിലിടുമ്പോഴാണ് നമുക്ക് ഓവർടേക്കൊക്കെ ചെയ്യാനുള്ള കോൺഫിഡൻസ് കിട്ടുന്നത്. റഷിലിട്ട് കഴിഞ്ഞാൽ അത്ര മൈലേജ് ഒന്നും കിട്ടത്തില്ല കേട്ടോ. എനിക്കൊന്ന് സിറ്റിയിൽ ഓടിക്കാൻ ഇച്ചിരി ബെറ്റർ മോഡ് റൈഡാണ്. ഓവർ പവറും ഇല്ല, എന്നാൽ പവർ കുറവുമല്ല, ഇക്കോയെക്കാട്ടും ഒരുപടി മേലെ. ഇപ്പോൾ സിറ്റിയിൽ എപ്പോഴും റൈഡ് മോഡ് അത്യാവശ്യം മൈലേജ്, ഇപ്പോൾ 60 റേഞ്ച് കാണിക്കുന്നുണ്ട്, 62% ചാർജ് ഉണ്ട്. ചെറിയൊരു ചാട്ടം ഉണ്ട്, അതൊന്നും ചാടിയത് അറിഞ്ഞു പോലുമില്ല. ഈ വീഡിയോയ്ക്ക് ലെങ്ത് കൂടാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ബ്ലോക്ക് എവിടെ? എനിക്ക് ബ്ലോക്കിൽ കൂടെയാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് കാണിക്കേണ്ടത്. ബ്ലോക്ക് തപ്പിയാണ് ഞാൻ പോകുന്നത്. അല്ലാത്തപ്പോൾ കൊച്ചി ഒടുക്കത്തെ ബ്ലോക്കാണ്. ഇന്നാണെങ്കിൽ ബ്ലോക്കും ഇല്ല. കാലൊന്ന് ഇവിടെ എടുത്ത് വെച്ച് നോക്കട്ടെ. കാലിവിടെ എടുത്ത് വെക്കുമ്പോൾ കാലിങ്ങനെ മടക്കി കൂട്ടിയിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷെ നല്ല ലെഗ് സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മുടെ സൈഡിൽ കൂടെ ഒരു ഏതർ വരുന്നുണ്ട്. ഏതർ പോകുമ്പോഴത്തേക്ക് ആ ഒരു ഊന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു സൗണ്ട് ഒന്നും ഇതിനില്ല. ഇത് ഭയങ്കര സൈലൻ്റാണ്. ഏതർ ആ വഴിക്ക് പോയി. ബ്രേക്ക് അടിപൊളി, സൂപ്പർ, ഭയങ്കര കോൺഫിഡൻസ് വരുന്നുണ്ട്. ഇപ്പോൾ ഈ സിറ്റിയിലൊക്കെ ഇക്കോയിലിട്ടാണ് ഇപ്പോൾ ഓടിക്കുന്നത് കണ്ടോ. വണ്ടി ഇങ്ങനെ ചതഞ്ഞു പോകും. അപ്പോൾ ഓവർടേക്കൊക്കെ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ഒരു കോൺഫിഡൻസ് കിട്ടത്തില്ല, വണ്ടി ചത്ത പോലെ നിൽക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
നമുക്ക് പാലം കയറിയാണോ പോകേണ്ടത്? അതെയല്ലോ. ഫോൺ ഇവിടെ ഇങ്ങനെ വെക്കാവുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ ഫോൺ തന്നെ ഫ്രണ്ടിലുണ്ടല്ലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഇങ്ങോട്ട് കണക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം ഇവിടെ തന്നെ നല്ല വ്യക്തമായിട്ട് കാണാം. ഇതിലൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഗായ്സ്, ഇത്ര നേരത്തെ എൻ്റെ റൈഡിങ് ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഈ വണ്ടി ആകെ മൊത്തത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. റൈഡിങ് കംഫർട്ട്, ബ്രേക്കിങ്, പവർ ഡെലിവറി, പിന്നെ ഇതിൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുത്തി ചാർജ് ഒന്നും ചെയ്തില്ല. പക്ഷേ നമ്മളൊരു 100% ചാർജല്ല എടുത്തത്. ഇപ്പോൾ 58% ഉണ്ട്. ഇപ്പോൾ റൈഡ് മോഡിലാണ്, ഇനി 56 കൂടെ ഓടുന്നതാണ് കാണിക്കുന്നത്. അത്യാവശ്യം മാന്യമായ റേഞ്ച് കിട്ടുന്നുണ്ട് നിലവിൽ നമ്മൾ ഓടിക്കുമ്പോൾ. 120 ഒക്കെ കമ്പനി ആവശ്യപ്പെടുന്ന പോലെ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു വണ്ടിയുടെ റിവ്യൂ, റൈഡ് എക്സ്പീരിയൻസ് റിവ്യൂ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഷോറൂമിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയാണ്, കൊച്ചി വെണ്ണലയുള്ള റിവർ ഇൻഡിയുടെ ഷോറൂമിൽ നിന്നാണ് നമുക്ക് ഈ വണ്ടി കിട്ടിയേക്കുന്നത്. റിവറിൻ്റെ ഷോറൂമിൽ നിന്ന്. റിവർ ഇൻഡി എന്ന് പറഞ്ഞ ഈ മോഡലിൻ്റെ പേരാട്ടോ. റിവർ എന്നാണ് ബ്രാൻഡിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ റിവറിൻ്റെ ഷോറൂമിൽ നിന്നാണ് നമുക്ക് ഈ വണ്ടി കിട്ടിയേക്കുന്നത്. അപ്പോൾ കേരളത്തിലെ ഫസ്റ്റ് ഷോറൂമാണ്. സർവീസ് സെൻറ്ററും അതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. വലിയ വിശാലമായ സർവീസ് സെൻറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഷോറൂമിനെ വിളിച്ചാൽ മതി കേട്ടോ. ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങളെപ്പോൾ ചെന്നാലും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഒരുപാട് സ്നേഹം മാത്രം. ബ്ലോക്കാണല്ലോ. ആഹാ, കുത്തി കുത്തി കയറി പോകാൻ പറ്റുമോ? അയ്യോ, ഇവിടെ വണ്ടി കൊണ്ടുവന്ന് വെച്ചല്ലോ. എന്നാൽ ഇപ്പുറത്തോട്ട് എടുക്കാം, എന്നിട്ട് ഇങ്ങനെ കയറാം. കോൺഫിഡൻസ്, ബ്രേക്കിംഗ് കോൺഫിഡൻസ് കൊള്ളാം, പിടിച്ചെടുത്ത് നിന്നു. ടൻ 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 ടൻ.